പുഡിങ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഞാനിന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിതൊരു ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു റിന്യൂസ് വ്ളോഗ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അതുപോലെ ബോർബോണിൻ്റെ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ പുഡിങ് തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ പാലിൽ നിന്ന് പകുതി പാല് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പോടെ എടുത്തിട്ട് തോന്നുന്നു കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് ആവണേ ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ അതിൽ നിന്ന് പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ പാലാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതേ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ മിൽക്കിലേക്ക് ഒന്ന് മുക്കിയിട്ട് അതിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബിസ്ക്കറ്റിനെ. ഞാൻ പാലിൽ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ബിസ്ക്കറ്റിലത്തെ ക്രീം നമ്മൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം നമുക്കുണ്ടാവും കഴിക്കാൻ തന്നെ കേട്ടോ. ഇതൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു പുഡിംഗ് ട്രേ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് ശരിക്കും അടുക്കി വെക്കാൻ കഴിയാത്തത്. നല്ല സമചതുരത്തിലുള്ളൊരു പുഡിംഗ് ട്രേ ഒക്കെ ആണെങ്കിൽ ഇതിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബിസ്ക്കറ്റൊക്കെ അടുക്കി വെക്കാൻ കഴിയും കേട്ടോ. ഞാൻ കുറച്ച് പേർക്ക് വേണ്ടി മാത്രമേ ഞാൻ ഒരു പാക്കറ്റ് വെച്ചിട്ടാണല്ലോ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ചെറിയൊരു പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അത് നമുക്ക് ബിസ്ക്കറ്റ് അങ്ങനെ വെച്ച് പിന്നെ അതിന് മുകളിലേക്ക് ആ മിൽക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. പക്ഷേ അപ്പോൾ നമുക്ക് ഇത്രയും ഇങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. മറ്റേതൊന്ന് കുതിരിയാവുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാം ഇടതൂർത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മിൽക്കിലൊന്ന് മുക്കിയിട്ട് സെറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ എല്ലാം അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ബാക്കി കുറച്ച് ബിസ്ക്കറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി ബാക്കി വന്ന പാല് ഞാൻ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേ അതൊന്ന് കുതിർന്ന് കിട്ടട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാനൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് ബാക്കി വന്ന പാലുണ്ടല്ലോ അത് ഫുള്ള് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി ഇതേ അതിലേക്ക് ഞാൻ കുറച്ച് പിസ്ത എസൻസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ പാലിൽ കലക്കിയിട്ട് അതും അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമുക്ക് കസ്റ്റേർഡാണ് വേണ്ടത് വെച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ കസ്റ്റേർഡ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ കോൺഫ്ലവറാണ് അതിലേക്ക് കലക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നല്ല പോലെ തന്നെ അതിനൊന്ന് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്മിലാക്കിയിട്ട് തന്നെ വേണം നമ്മളതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കത് ഇങ്ങനെ ഇളക്കിയപ്പോൾ കളർ കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ 2 കൂടി പിസ്തയുടെ എസൻസ് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ഡ്രോപ്സ് കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് നല്ല പോലെ തന്നെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. തീ നമ്മൾ നന്നായിട്ട് സിമ്മിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. ഇനി ഇതേ പുഡിംഗ് ട്രേയിലേക്ക് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ട കേട്ടോ. ഞാൻ ആ ചൂട് കൊടുക്കാൻ തന്നെ ഞാനതിലേക്ക് ഫുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെല്ലാം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാനതെല്ലാം ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുകളിൽ. ഞാൻ നന്നായിട്ട് ലൂസായിട്ടാണ് കേട്ടോ ഞാനതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറച്ച് യെല്ലോ കളർ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പ്യൂർ വൈറ്റ് അല്ലല്ലോ അത്. അപ്പോൾ അതാണ് ആ ഒരു കളർ വന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഓഫ് വൈറ്റോ സാധാ വൈറ്റോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ആ ബാക്കി വന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ആ ബിസ്ക്കറ്റ് ഞാൻ അതിന് മുകളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ നടുവിലായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. നട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ബിസ്ക്കറ്റിനെ ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഞാൻ അതന്നെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാരണം വിപ്പിംഗ് ക്രീമും ആ കോൺഫ്ലവറിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ചെയ്യും. കണ്ടില്ലേ, കാണാൻ തന്നെ എന്താ ഒരു ഭംഗി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ് കേട്ടോ അത്. കഴിക്കാനും കാണാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു പുഡിങ്ങാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.